ഇന്നലെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി, പക്ഷേ പഴം ഇനിയും ബാക്കിയാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പഴുപ്പ് കൂടി നാശമായി പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കാം, പാൽ വാഴക്ക. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്യിൽ വാട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു സോസ് പാനിലേക്ക് ഞാൻ സാബൂനരിയും അത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഒരു 3-4 ഏലക്കായ നന്നായി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിള വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം കുറച്ച് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുക, ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ പാൽ വാഴക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.